അതുകൊണ്ട് പരിധിക്കപ്പുറം വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും ശ്രമിച്ചാൽ ചിലപ്പോൾ പലതും നഷ്ടപ്പെട്ടു പോയി എന്ന് വരും. അതുകൊണ്ട് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോവുക. മന്ദസ്മിതത്തോടുകൂടി വീട്ടിനകത്തും പുറത്തും ജീവിക്കാൻ സാധിക്കുക. ഭഗവത്ഗീതയിൽ ഒരു വരി പറയാറുണ്ട്, നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താതഗച്ഛതി. നന്മകൾ പ്രവർത്തിച്ചാൽ അവന് ദുർഗതി ഉണ്ടാവില്ല അർജുന. ആ നന്മകൾ പ്രവർത്തിക്കാൻ നിങ്ങളുടെ ശരീരത്തിന് സാധിക്കണം. മനസ്സിനെ അതിനെ തയ്യാറെടുപ്പിക്കണം. നല്ല കർമ്മം ചെയ്യാൻ ശ്രമിക്കുക. തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ ചിലരെന്നോട് പറയാറുണ്ട്, ഞാനാണ് സാറേ പ്രസിഡന്റ്. ഓ അതെയോ, നിങ്ങളാണോ പ്രസിഡന്റ്? വെരി ഗുഡ്, എക്സലന്റ്. ഒരിക്കൽ ഹരിപ്പാട് ഭാഗവത സത്രത്തിന് പോയപ്പോൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരാൾ നല്ല ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി പഞ്ഞിയുടെ കനേ അകത്തുണ്ടാവുള്ളൂ. ഏതായാലും അടുത്ത് വന്നിട്ട് പറഞ്ഞു, സർ ഞാനാണ് സർ. ഞാനാണ്, മനസ്സിലായി, എന്താ കുഴപ്പം? അല്ല, ഞാനാണ് ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാൻ. എക്സലന്റ്. നിങ്ങളാ ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാൻ? ഞാനാണ് സാർ, ഞാനാണ് ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാൻ. 3-4 പ്രാവശ്യം വളരെ അഭിമാനത്തോടെ തലയൊക്കെ ഉയർത്തി 168 സെന്റിമീറ്ററൊക്കെ തല ഉയർത്തി, ഞാനാണ് ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാൻ. വളരെ നന്നായി, കണ്ടതിൽ സന്തോഷമുണ്ട്. നന്നായി വരട്ടെ. അദ്ദേഹത്തിന് മതിയായില്ല, എന്തെങ്കിലും ഒന്നുകൂടി ഗോപാലകൃഷ്ണൻ പറയണം. അത് എന്തെങ്കിലും കേട്ടേ മതിയാവും. അപ്പോൾ വീണ്ടും പറഞ്ഞു, ഈ ഭക്ഷണത്തിന്റെ കാര്യം മൊത്തം ഞാനാണ്, എൻ്റെ കൺട്രോളിലാണ് വരിക. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം നിങ്ങൾ 4 ദിവസം വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ലേ സർ? 4 ദിവസം വന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ലെങ്കിൽ പിന്നെ ചെയർമാന്റെ റോൾ എന്താ? അല്ല സർ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അത് മനസ്സിലായി. അപ്പൊ പിന്നെ ചെയർമാൻ എന്ന് പറയാൻ എന്താ കാര്യമുള്ളത്? 4 ദിവസം നിങ്ങൾ വന്നില്ലെങ്കിൽ കൂളായിട്ട് ഇവിടെ കാര്യം പോകുമെങ്കിൽ പിന്നെ നിങ്ങൾ വന്നാൽ എന്താ, വന്നില്ലെങ്കിൽ എന്താ? അല്ല, അതിന് സിസ്റ്റമുണ്ട് സർ. അപ്പൊ പിന്നെ ചെയർമാൻ ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? അല്ല, ഞാൻ ചെയർമാനാണെന്ന് പറഞ്ഞേ ഉള്ളൂ. അല്ല, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യാ? അപ്പൊ ഞാൻ പോട്ടെ സാർ. കാരണം ഞാൻ അദ്ദേഹത്തിനെ തളർത്താൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ നിങ്ങൾ പ്രസിഡന്റ് ആയാലും ചെയർമാൻ ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും ട്രഷറർ ആണെങ്കിലും ഒന്നുമല്ല. ഒരു ദിവസം മരിക്കും. മരിച്ച് ശരീരം എടുത്ത് വിറകിന്റെ മുകളിൽ വെച്ച് മൂത്ത മകൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചു കഴിഞ്ഞാൽ 58 ഗ്രാം ചാരം, 58 ഗ്രാം ചാരം മാത്രമാണ് ഞാനും നിങ്ങളും. അത് PhD ഉണ്ടെങ്കിലും 58 ഗ്രാമേ ഉള്ളൂ. ഡീലിറ്റ് ഉണ്ടെങ്കിലും 58 ഗ്രാമേ ഉള്ളൂ. IAS കാരനാണെങ്കിലും ഇപ്പൊ നമ്മുടെ കേരളം ഭരിക്കുന്ന ഏത് മന്ത്രിയെ കത്തിച്ചാലും, ജീവനോടെയല്ല കത്തിച്ചാലും 58 ഗ്രാം ചാരേ ഉണ്ടാവും. അതിനപ്പുറം ഉണ്ടാവില്ല. പിന്നെ നല്ല തടിയുണ്ടെങ്കിൽ വെള്ളമാണ് അകത്തും പുറത്തും, അതുകൊണ്ടാണ് തടി ഉണ്ടാവുന്നത്. അതും കത്തും. മൊത്തം 58 ഗ്രാം ചാരം. ആ ചാരം തെങ്ങിന്റെ കടയിലിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ ചാരം മൊത്തം തെങ്ങ് വലിച്ചെടുക്കും. എന്നിട്ട് ആ ചാരത്തിലെ പൊട്ടാസ്യം ഓക്സൈഡും അയൺ ഓക്സൈഡും സിങ്ക് ഓക്സൈഡും മഗ്നീഷ്യം ഓക്സൈഡും കരിക്കിന്റെ വെള്ളത്തിലുണ്ടാവും. അപ്പൊ അവിടേക്ക് ഒരു മന്ത്രി വന്നാൽ ഈ കരിക്ക് അയാൾക്ക് കൊടുത്താൽ നിങ്ങളുടെ ചാരം അയാളുടെ വയറ്റില്. അതിൽ കൂടുതൽ ഇല്ല. നമ്മൾ സത്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ധരിക്കുന്നു വി ആർ സംതിങ്. ഒന്നുമല്ല. ചിലര് പലപ്പോഴും പറയാറുണ്ട്, എന്റെ ലക്ഷ്യം ഇതാണ്. എന്നാലും കുറച്ചൊക്കെ ടെൻഷനുണ്ട് സാർ. സാരമില്ല, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നിങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ട് ഈ ദിവസവും നിങ്ങൾ ഈ ഭൂമിയിലില്ല, പിന്നെ എന്തോന്ന് ടെൻഷൻ? കഴിഞ്ഞ നൂറ്റാണ്ട് ഈ ദിവസം നിങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ട് ഈ ദിവസവും നിങ്ങൾ ഈ ഭൂമിയിലില്ല. ഒന്നില്ലെങ്കിൽ ചത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും. രണ്ടിലേതെങ്കിലും ഒന്ന്. അതിലപ്പുറമൊന്നും നമ്മളില്ല. നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് നമ്മളെ എന്തൊക്കെയോ ആണെന്ന് തോന്നല്. വെറും തോന്നല, ഫിലോസഫിയല്ല, വെറും തോന്നല. അതിൽ നിന്നൊന്നും മാറിയില്ല. ഈ എത്ര കാലം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അത് തന്നിട്ടുണ്ട്. അത്രയും കാലം അകത്ത് സന്തോഷിച്ചുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ടവരിലൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ടൊന്ന് ജീവിക്കാം. ഇമെയിൽ വഴിക്ക് ഒരാൾ എന്നെ അസാധാരണമായി ചീത്ത പറഞ്ഞു. ഇനി ഉപയോഗിക്കാൻ വാക്കുകളൊന്നുമില്ലാത്ത വിധം ഗോപാലകൃഷ്ണനെ ചീത്ത പറഞ്ഞു. അപ്പോ ഞാനത് നേരെ കാനഡയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ ഭാസ്കരൻ അത് ഫോർവേഡ് ചെയ്തു. അപ്പൊ ഭാസ്കരൻ മുഴുവൻ വായിച്ചതിന് ശേഷം എന്നെ ഫോണിൽ വിളിച്ചു, എഡ്മണ്ടണിൽ നിന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഗോപാലകൃഷ്ണൻ ഇത്രയും തെറി കിട്ടിയത് നേരത്തെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതാ, ഇത്ര വൈകി എന്താ കിട്ടിയെന്നാ എന്റെ അത്ഭുതം. എന്ത് കൂളായിട്ടാ അങ്ങേര് പറഞ്ഞത്.
അതായത് ഇത് വളരെ നേരത്തെ കിട്ടേണ്ടത് എത്ര വൈകിയത് എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കണം. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അങ്ങനെ റിയാക്ട് ചെയ്തത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു സ്വഭാവമുള്ള പാർട്ടിയാണ്. പിന്നെ ആ ഇമെയിൽ ആ മനുഷ്യൻ കുറേ പേർക്ക് അയച്ചു, ഒത്തിരി പേർക്ക്. ഇപ്പൊ എനിക്ക് ആ ഇമെയിൽ കാണാതെ രാവിലെ എനിക്കൊരു ചായ കുടിച്ച എഫക്റ്റ് കിട്ടില്ല. നിങ്ങളൊക്കെ വായിച്ച ഹാർട്ട് അറ്റാക്ക് വരും. അത്ര ആൾ എഴുതിയിട്ടുണ്ട് എനിക്കെതിരെ. ഒരാളെ എഴുതിയിട്ടുള്ളൂ മാത്രം. അത് നമ്മുടെ ഇമെയിലിലുള്ളവർക്കും അയച്ചിട്ടുണ്ട് അയാൾ. അത് കാരണം ഇനിയിപ്പോ എന്നെ പരിചയമില്ലാത്തവർക്കാണ് അയച്ചതെന്നല്ല, എന്നെ പരിചയമുള്ളവർക്കൊക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ പറയാൻ ആഗ്രഹിച്ചത് ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമുക്കെന്താ ചെയ്യാൻ സാധിക്കുക? നമ്മൾ ധരിക്കുന്നത്രയും കോംപ്ലിക്കേഷനൊന്നും ഈ ലോകത്തിലില്ല. അത് മനസ്സിനോട് തക്കാം. അതേപോലെ ഈ ശരീരത്തിന്, ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിന്റെ കാര്യമാണ്, ഈ ശരീരത്തിനും നന്മ വരുത്തണം. നിങ്ങൾ ലിക്കർ കഴിക്കരുത്. ഗോപാലകൃഷ്ണൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ലിക്കർ നിങ്ങളെ നശിപ്പിക്കും. നിങ്ങൾക്ക് എത്ര സന്തോഷം തോന്നിയാലും എത്ര ദുഃഖം തോന്നിയാലും ഒരു മോളിക്യൂൾ ആൽക്കഹോള് 3 ലിവർ സെല്ലിനെയാണ് കൊല്ലുക. 65 വയസ്സ് കഴിയുമ്പോൾ ലിവർ ഡിസോൾവ് ചെയ്തത് മുഴുവനും ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കിഡ്നിയുടെ ഗ്ലോമർയൂൾസ് എന്ന് പറയുന്ന ഭാഗത്താണ്. ലിവർ ഇല്ല, കിഡ്നി ബ്ലോക്ക്ഡ്. നിങ്ങൾക്ക് ഭാരമാകുന്നത് സാരമില്ല. നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ ഭാരമായാൽ അത് ജീവിതത്തിന്റെ വേദനാജനകമായ അന്ത്യമാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഭാരമാകരുത്. ആ ഭാരമാകുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മളുടെ കയ്യിൽ നമുക്ക് ഡിസിഷൻ എടുക്കാവുന്ന ഒരു കാര്യമാണ് ലിക്കർ കഴിക്കില്ല. ചിലതിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ സാധ്യമല്ല. ഒരുപക്ഷെ അറിയാതെ ക്യാൻസർ വന്നു, അല്ലെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസ് വന്നു, അതല്ലെങ്കിൽ TB വന്നു, അല്ലെങ്കിൽ ഹൈ ലെവൽ ഡയബറ്റിക്സ് വന്നു. ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നമുക്ക് കൺട്രോളില്ല. കൺട്രോളുള്ള ഒന്ന് ആഹാരം നിയന്ത്രിക്കുക, അതായത് ആൽക്കഹോൾ ഒഴിവാക്കാം. അതേപോലെ നോൺ വെജിറ്റേറിയനെ എത്ര കുറയ്ക്കാൻ സാധിക്കുമോ കുറയ്ക്കുക. ഇത് രണ്ടും നിങ്ങളുടെ ശരീരത്തിന്റെ നന്മയ്ക്കുതകുന്ന കാര്യമാണ്. ആ ശരീരത്തിനോട് കുറച്ച് ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ പറയുക. ഒന്ന് ആഹാരം നിയന്ത്രിക്കുക, 2 ആചാരങ്ങൾ. വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. ഒരു കാരണവശാലും വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. ഭൂമിയുടെ മാഗ്നറ്റിക് മെറിഡിയന് പാരലലായിട്ട് കിടക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള 9-14 9നും 14നും ഇടയ്ക്ക് ഗ്രാം അയേണാണ് ശരീരത്തിലുള്ളത്. അത് ഹീമോഗ്ലോബിനായിട്ടാണ് ഉണ്ടാവുക. ആ ഹീമോഗ്ലോബിൻ തലച്ചോറിലെ ബ്ലഡ് വെസൽസിൽ ട്രാപ്പഡ് ആകും. മാഗ്നറ്റിക് മെറിഡിയന് പാരലായിട്ട് കിടന്നാൽ മെമ്മറി ലോസ്, തലവേദന, ഇറിറ്റേഷൻ, ദേഷ്യം, ഈ 4 പ്രശ്നമുണ്ടാവും. ഒരാചാരമാണ്. ആ ആചാരത്തിലൊരർത്ഥമുണ്ട്. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കിടക്കയിലിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുക. 23% ഹാർട്ട് ബേസ്ഡ് ഡെത്ത് നടക്കുന്നത് കിടക്കയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴാണെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു. ആ പെട്ടെന്ന് എഴുന്നേൽക്കൽ ഒഴിവാക്കാനാണ് ഒരു പ്രാർത്ഥന കിടക്കയിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. 30 സെക്കൻഡ് ഇരിക്കണമെന്ന് WHO പറഞ്ഞത് നമ്മൾ പ്രാർത്ഥനയിലൂടെ നേടി. അപ്പൊ ആചാരത്തിൽ അർത്ഥമുണ്ട്. രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റ് ഒരു 30 സെക്കൻഡ് പ്രാർത്ഥിക്കാം. പല്ല് തേക്കാതെ, നാക്ക് വടിക്കാതെ, മുഖം കഴുകാതെ, കുളിക്കാതെ കിടന്ന കിടക്കയിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പൂർവിക ഋഷിവര്യന്മാര് ചെയ്തത് വളരെ വ്യക്തമായി ഹാർട്ടിന് ബാലൻസ് ഉണ്ടാകത്തക്ക വിധത്തിൽ ഒരാചാരമാണ്. ഭക്ഷണത്തിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുക. സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവാകും. അതിൽ 0.2% ടയാലിനുണ്ട്. അത് അകത്തേക്ക് ചെന്നതിന് ശേഷം ഭക്ഷണം അകത്തേക്ക് ചെന്നാൽ പെർഫെക്റ്റ് ഡൈജഷൻ നടക്കുന്നത് കൊണ്ട് ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന പ്യുവർ ബയോകെമിസ്ട്രിയാണ്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മന്ത്രം, നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ ബൈബിളിലെ, മുസ്ലിം ആണെങ്കിൽ ഖുറാനിലെ, ഹിന്ദു ആണെങ്കിൽ ഇഷ്ടമുള്ളത്, ആ ഏതെങ്കിലും മന്ത്രം ചൊല്ലുമ്പോൾ വലത് സൈഡിലോ ഇടത് സൈഡിലോ 7 പേരുണ്ടെങ്കിൽ 7 പേർക്ക് കേൾക്കത്തക്ക വിധത്തിൽ, അതിനപ്പുറത്തേക്കുള്ള വോയിസ് വേണ്ട, ആ മന്ത്രം ചൊല്ലുമ്പോൾ തലച്ചോറിനകത്തുണ്ടാകുന്ന എഫക്റ്റ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ആചാരത്തിന്റെ ഭാഗമാണ്. ധാരാളം ആചാരങ്ങളുണ്ട്.
ചിലതെങ്കിലും ജീവിതത്തിൽ അനുശാസിക്കാം. വളരെ നല്ലതാണ്. ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. പത്രം വായിക്കുമ്പോഴും പുസ്തകം വായിക്കുമ്പോഴും മുഖം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വായിക്കാൻ ശ്രമിക്കുക. ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്ലക്സും തലച്ചോറിന്റെ മാഗ്നറ്റിക് ഫ്ലക്സും കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നത് മുഖം കിഴക്കോട്ട് വയ്ക്കുമ്പോഴാണ്. തലച്ചോറിന്റെ എഫിഷ്യൻസി 15% വർദ്ധിക്കുന്നു. ഇതും ആചാരമാണ്. ഇരുന്ന് നല്ല രീതിയിൽ കൈവച്ച് ഒരു 15 പ്രാവശ്യം ദീർഘശ്വാസം എടുക്കുകയും വിടാനുള്ള ഒരു ട്രെയിനിങ് നേടുക. എന്ത് സംഘർഷം നിങ്ങൾക്കുണ്ടെങ്കിലും എവിടെയാണോ നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കാൻ സാധിക്കുക, കസേരയിലോ നിലത്തോ ബെഡിലോ, അവിടെ ഇരുന്ന് ഒരു 15 പ്രാവശ്യം ബ്രീത്ത് ഇൻടേക്ക് ഇത്തിരി ഫാസ്റ്റായിട്ട്, ഡീപ്പ് ബ്രീത്ത് സ്ലോ ആയിട്ടൊന്ന് റിലീസ് ചെയ്ത് നോക്കുക.